guys, welcome to Pro Gaming 2.0. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി തന്നെയാണ്. വേറെ ഒന്നല്ല, ഈ ഫാം ഒന്ന് പൂർത്തിയാക്കണം, മൈനിങ്ങിന് പോകണം. ഒക്കെ എൻ്റെ കൂട്ടുകാരനും ജോയിൻ ആയിട്ടുണ്ട്. അധികം ഒന്ന് ടെസ്റ്റ് കളിക്കാനുള്ള രാത്രിയായി. എന്താ ലോഡായിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. നമുക്ക് ഈ സാധനം എടുത്ത് ഇവിടെ വയ്ക്കാം, ഇടയ്ക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോഴേ. ഓക്കെ, എവിടെ നമ്മുടെ തത്താളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഫാം കുറച്ചും കൂടി റെഡിയാവാനുണ്ട്. സത്യം പറയാം, തീരെ പോയ ഉള്ള പറയാതെ ഒന്നും കൊള്ളി ഫാം. എന്താ പറയാ, ഒരു ടെമ്പററി ആണ്. വേണമെങ്കിൽ ഇത് കളയാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാലും നമുക്കിനി വെള്ളം കൊണ്ടുവരണം ഗൈസ്, അതാണൊരു സീന്. വെള്ളം എന്നൊരു സംഭവം കൊണ്ടുവന്നത് ഈ സ്ലാബിൻ്റെ അടിയിലാണ്. ഇങ്ങനെ വെള്ളം കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ ഒന്ന് വെക്കാം, എന്നിട്ട് ഇവിടെ അതേമാതിരി കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ലാബ് ഇതിൻ്റെ സെൻറ്ററിൽ ഈ കട്ടിലായിട്ട് ഈ പോർഷനായിട്ട് ഇവിടെ ഒരു സ്ലാബ്, ഈ പോർഷനായിട്ട് ഇവിടെ. അയ്യോ, അയറൺ കിട്ടിയോ? ഇല്ലടാ, കിട്ടിയാലും തരില്ല പണിയാ, ഒരു പണിയും ചെയ്യില്ല. മാറി തട്ടാളെ, നിങ്ങളെയും കൂടി കുറവുള്ളൂ. നിങ്ങൾ വായോ, അവിടെ ഇരുന്നോ. ഞാൻ കൊണ്ട ചാവാനാ, ഞാൻ പോയി ചത്തോ. ഹായ് ഫുഡ്, അതെ തന്നെയാണ്. ഞാൻ പോയതാ ചത്തു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ആ കേവിൽ എന്താ സംഭവിച്ചത്. പോയി ചാവിഞ്ഞിട്ട് ഭ്രാന്താണ് വയ്യടാ കുട്ടാ. നിനക്ക് എത്ര വട്ടമായി പറയണം. എന്താ ഓക്കെ, സോ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാൻ പുറത്തുനിന്ന് എല്ലാം കൊണ്ടുപോയി കളയണം. മൈനിങ്ങിന് പോകുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സ്റ്റോണൊക്കെ സമയമായി. ഹാർഡ് വർക്ക് ഈസ് സ്മാർട്ട് വർക്ക്, സ്മാർട്ട് വർക്ക് ഈസ് ഹാർഡ് വർക്ക്, എന്തൊക്കെയോ ഞാൻ പറയാം. തൽക്കാലം നമുക്ക് മൈനിങ്ങിന് പോവാം. ലെതറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ സാധനം ഇതും ഇതൊക്കെ അല്ലേ, ഇതൊക്കെ ഒരുപാട് വർക്ക് മഴ പുതിയ സിംഗിളിയോ എന്താ സോങ് കുട്ടാ. നീ ഇവിടെ എന്തായിരുന്നോ? നീ ഇത്ര മിസ് ചെയ്യുന്ന ഇവിടെ ഒരു മരം പൊട്ടിക്കാൻ സമയം. നമുക്ക് ഇവിടെ ആയിട്ട് മൈനിങ് ഏരിയ ഉണ്ടാക്കാം. ഇവിടെ അയറിന്റെ സ്ഥലമൊന്നും എനിക്കറിയില്ല. ലാഡറും ഉണ്ടായിരുന്നു. ലാഡർ വുഡ് എടുക്കട്ടെ, ലാഡർ ഉണ്ടാകും. സത്യം പറയാ കഴിച്ചു. ഇവനിങ്ങനെ മുകളിലെത്തി. താണ്ടായിരുന്നു ആളേല്. നല്ല സൂപ്പർ പവറും കിട്ടി. അതിന് ക്രിയേറ്റീവ് മോഡിലാണോ? എടാ കള്ള, നോക്കട്ടെ. ചീറ്റ് ഓണാണോ നോക്കട്ടെ, വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ, ചീറ്റ് ഓണൊന്നുമല്ല. ഇത് ഈസി വേണ്ട, ഈസി വേണ്ട, നോർമൽ. ഈസിയിലാക്കി ഞാൻ തന്നെയാണ്. ഈ മത്തങ്ങ കുറച്ചെടുത്തേക്കാ വന്നിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോഴൊക്കെ മനസ്സിലാവും. ഒരാവശ്യം ഉണ്ടായിരുന്നു.
സീരിയസ്ലി പറയാനുള്ള ആവശ്യം ഉണ്ടാണ്ടിരുന്ന പ്രോട്ടോൺ വശത്ത് വാഴും. ഓക്കെ, സോ നമുക്കിനി കുറച്ച് ലാഡർ ഉണ്ടാക്കാം. സമയം തീരല്ല ഗൈസ്, അതാണ് എൻ്റെ പ്രോബ്ലം. സമയം മൊത്തമില്ല. ഈ ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ സ്കൂള്. പണ്ട് എനിക്ക് ഡിവൈസ് എന്തൊക്കെ കുഴപ്പമായിരുന്നു ചെറുതായിട്ട്. പിന്നെന്താ പറയുക, ഡിവൈസ് കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് എന്താ പറയുക, നെറ്റിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. നെറ്റിനോടൊക്കെ വൈകിയാണ്. ഇപ്പോൾ രണ്ടുകൊണ്ട് പ്രശ്നം മാറിയപ്പോഴാണ് പുതിയ പ്രശ്നങ്ങളാണ്. എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട്സ് ആരുമില്ല. പണ്ടാണ് അതായപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അത് ആരുമില്ല. ടോർച്ചെടുക്കാൻ മറന്നോ? ടോർച്ചെടുക്കാൻ മറന്നു. ഈ തത്തൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നേ ചാവാനാ? നിനക്കെന്താ വയ്യ ഉണ്ണിയെ? നമുക്ക് പെട്ടെന്ന് മൈൻഡ് പോകണം. ടോർച്ചെടുക്കാൻ മറന്നു. എൻ്റെ അടുത്താണെങ്കിൽ പഴയ മാതിരി ഷെയ്ഡും ഒന്നുമില്ല. അത് നോർമൽ മൈൻക്രാഫ്റ്റാണ്. കണ്ണും ചെയ്ത് കാണുന്നില്ല. ഓക്കെ, കോപ്പർ ലെവൽ എത്തി. അയൺ ലെവൽ 73. ഞാനപ്പോ എവിടെ പർവ്വതത്തിലാണ്? എന്തോന്നരാ, ക്വാളിറ്റി മുകളിലോട്ട് പോകേണ്ടിയിരുന്നില്ല. രക്ഷപ്പെട്ടു. വളരെ മൈനിയ ഏതാ ലക്ക്? കോഴി കുറച്ച് അൺലിമിറ്റഡ് ആണ്. ഇതിപ്പോ എല്ലാം സിമ്പിളായല്ലോ. ഞാൻ 7 ലോക്ക് എടുത്തത് കൊണ്ട് നന്നായി. അല്ല, ഞാൻ മുകളിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. ഈ ലോക്ക് എന്തായാലും പോകാം. ഞാൻ ഇവിടെ നിന്നൊരു ലാഡർ വെച്ചോളാം. എന്താ എനിക്ക് വയ്യ വന്നേ. പാട്ട് പാടിയിട്ട് ലേഡറൊക്കെ അയക്കണേ. 19 കോൾ കിട്ടി, നന്നായി. ലേഡറൊക്കെ പോരാ. ഞാൻ എന്താ കാര്യം? ലേഡർ പോരല്ലോ. എന്ത് ചെയ്യാൻ? ലേഡർ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ലേഡർ ഉണ്ടാക്കാനാണ്. 21 ലേഡർ ഒന്നും കൂടി ഉണ്ടാക്കാം. ഇതും കൂടി വെക്കണം കാഴ്ച വെച്ചിട്ടാണ് നമ്മൾ മൈനിങ്ങിന് പോകാം. ഭയങ്കര ക്ഷാമാണ് ഈ ചേട്ടത്. ഏറ്റവും വൃത്തികെട്ട ബയോമാണ്. പേഴ്സണലി എനിക്ക് ചെയ്ത കുഴപ്പമുള്ളത്. നമുക്ക് പോയി ക്രാഫ്റ്റിനോട് പൊട്ടിക്കുക. വീഡിയോ ഇതുവരെ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ, ഇവിടെ അപ്പോൾ 63 എത്തിയിട്ടാ. പണ്ടായിട്ടില്ല. മാറുണ്ണിയേ കോളെത്തി ഒന്നും കാണുന്നില്ല. കോളൊക്കെ കിട്ടിയാൽ മഴയാണ്. അതാണ് പഠിപ്പിച്ചുള്ളത്. അയ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മള് കോളൊക്കെ മൈൻഡ് ചെയ്തിട്ടുണ്ട്. പുറത്തു പോകാനുള്ള വഴി കാരണം. പക്ഷേ ഏത് പൊസിഷനിലായിരുന്നു? ഈ പൊസിഷനിൽ തുടരാം. ഇപ്പോഴത്തെ കാര്യം ഓക്കെ. ഞങ്ങൾക്ക് ലാഡർ വെച്ചോളാം. ഒന്നുകൂടി കറക്റ്റ് കഴിഞ്ഞു. ഇനി മുകളിലോട്ട് പോയി കുറച്ച് ഫുഡ് വേണം. ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ നമ്മള് അയണ്ട ഏരിയയിൽ.
ഞാൻ എന്ത് കാട്ടണേ വായിക്കാം. പക്ഷെ ഈ മരത്തിന്റെ ഒരു കുഴപ്പമാണ്, വീടിന്റെ മുമ്പിൽ നാം ഇങ്ങനെ പ്രദക്ഷിണം നിന്നമാതിരി നിൽക്കും, പക്ഷെ എത്ര പറ്റിയാലും കഴിയില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ലോകം കൂടി വെട്ടണം. നമുക്ക് അവനോടും പറയാം ഉണ്ടാക്കണം. നമ്മുടെ ബൈ ബാറ്ററിയൊക്കെ നല്ല കുറവാണ്. അപ്പം നമുക്ക് അതിനനുസരിച്ച് ചുരുക്കി നമുക്ക് വീഡിയോസ്. അയ്യോ രാത്രി വാട രാത്രി അയ്യോ പൊട്ടിച്ചാ മയ്യേ. രാത്രി ഓടിക്കോ, രാത്രിയായി. ഓക്കെ നമ്മുടെ ഡേ 10 ആയിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് ഡേ 10. ഓക്കെ, ലോഗോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പേരൻസിനൊക്കെ സെറ്റാക്കാം. നമുക്ക് വുഡ് ഓഫ് ചെയ്യാം, അല്ല ലാഡർ ഓഫ് ചെയ്യാം. ആവശ്യത്തിന് ലാഡർ ഓഫ് ചെയ്യാം. ഓക്കെ, 30 ലാഡർ ഇപ്പം സേഫ്റ്റിക്ക് ഇതാക്കിയിട്ടുണ്ട്. ആണ് 30 ബ്ലോക്ക് അടിയിൽ പോയത്. എടാ ഈ തത്തനെ കൊണ്ട് അവിടെ എവിടെ എൻ്റെ പൊന്നു മീനെക്കുട്ടി അവിടെ ഇരിക്കും. എല്ലാവരും ആയി ഞാൻ താഴെ. ഈ മരമൊക്കെ വെട്ടുമ്പോൾ നമ്മൾ ഫുള്ള് വെട്ടണം, അല്ലെങ്കിൽ വീട്ടിൻ്റെ അവിടെ വന്നിട്ട് ഒരു രസം ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ ഈ കാര്യം തീരെ ഇഷ്ടമല്ല. നാട്ടി വെച്ചിരിക്കണം അതിൻ്റെ മുമ്പ് ഓളാവുന്നു. വീടെത്ര സുരക്ഷിതാക്കാൻ നോക്കുമ്പോഴാണ് നാട്ടാല് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താ പറയുക, നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു കുഴപ്പമുണ്ടാവും. വായോ പറയാം, വായ हाय ट्रेडर भाई लैडर दे दो सकड़े लैडर दे दो ट्रेड നോക്കാം ഞാൻ വെറുതെ ഒരു കാര്യം പറയാം. കുറെ ആപ്പിളോ മുന്തിരിയോ ഓറഞ്ചോ പോവാം. ഓ ഇവിടെ ഇങ്ങനൊരു പ്രശ്നം തിരികെ നമ്മൾ ഈ കുഴിയിൽ പോവാണ്ടിരിക്കാൻ നമ്മളെ തൽക്കാലം ഇവിടെ ഒരു ഡർട്ട് വയ്ക്കാം. ചാടി ഈ കുഴിയിലങ്ങനെ വീണാല് കണ്ടോ എന്താ വീഴാത്ത. ആ ചത്തൊന്നും ഓക്കെ ഇനി നമുക്ക് അടിയിൽ പോവാം. ഇനി അടിയിൽ പോവാ. ഓ കിട്ടി 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 കിട്ടി.
അയൻ കിട്ടി. കിട്ടിയടാ കിട്ടി അയൻ കിട്ടി മോനെ കിട്ടി. എത്ര കിട്ടിയേ? 9 എണ്ണം കിട്ടിയേ. കണക്കിലില്ല കുത്തിയും അതിപ്പോ മൈൻ ചെയ്യുമ്പോ ഞാൻ എണ്ണം നോക്കാട്ടോ. അങ്ങോട്ട് അടിച്ചോണ്ട് അയ്യോ അയ്യേ. എന്താ എന്റെ കീബോർഡ് ഇങ്ങനെ പബ്ജി കളിച്ചോണ്ടാ വന്നത്. ഇനി അല്ല, ഞാൻ അവിടെ ലാൻഡ് വെച്ചോ. ഇങ്ങോട്ട് അവിടെ തല മാറിയ മാറി തല മാറി ലാൻഡ് വെച്ചോ. എന്താ ഇവിടെ വെക്കാൻ പറ്റത്? അയ്യോ കണ്ണും ചെവി കാണില്ല. ടോർച്ച് മാറ്റി. അവനത് പൊട്ടിക്കുകയും ചെയ്തു. ഇവിടെ അവിടെ ഇരുന്നു. ഓക്കെ, നമ്മളപ്പോ ഇനി ഏകദേശം അടുത്തെത്തി. നമുക്ക് അയൺ കിട്ടി. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി ബക്കറ്റ് ഉണ്ടാക്കാം. അയൺ മെൽറ്റ് ചെയ്യാൻ അങ്ങോട്ട് പോയി ബക്കറ്റ് ഉണ്ടാക്കാം. സോ ഇനി പോയി സ്മെൽറ്റ് ആക്കട്ടെ. എന്നിട്ട് നമുക്ക് ഫാം തുടങ്ങണം. സീഡൊക്കെ ഇതിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ തരുന്ന ആപ്പിളൊക്കെ പ്രീഷ്യസ് ആണോ? ഇവിടെ സോംബിയിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്കാണ് സംസാരിക്കാൻ അറിയില്ല. യൂട്യൂബിൽ കുറെ നാളായാണ് ഞാൻ അധികം ഉണ്ടാണ്ടിരിക്കുന്നു. നിങ്ങളൊന്നും വിചാരിക്കല്ലേ, നമുക്ക് ഇനി വീഡിയോ ഓക്കെ. പക്കറ്റ് ഷീൽഡ് ഉണ്ടാക്കിയുണ്ട്. എന്റെ ഷീൽഡ് വരാം. ഞാനിവിടെ ഉണ്ട്. എന്താ എവിടെ ഒരു ഷീൽഡ് ആക്കിയുണ്ട്. ഓക്കെ, സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗൈസ് ഫൈനലി ഈ വേൾഡിൽ ഒരു ആയം കൊണ്ടൊക്കെ ബക്കറ്റ് എത്ര വട്ടാ ഇന്നാ പറയുന്നത് വയ്യേ. ഓക്കെ, ഇനി ബക്കറ്റിൽ വെള്ളം എടുക്കാൻ പോവാ. ഇവിടെ എന്തൊരു പെട്ടി ഉണ്ടാക്കിയത്. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് വെള്ളം എടുക്കാൻ പോകണം. വെള്ളം പിന്നെ ഒരു ഹോ ഉണ്ടാകുന്നത്. ഇവിടെ വെള്ളം കുറച്ച് ദൂരെയാണ്. ഒരു ലിമിറ്റ്
അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് വാട്ടർ ഉണ്ടാക്കിയിരിക്കണം. അമ്മേ അയ്യോ 2 വട്ടം വെള്ളം എടുക്കാൻ പറ്റും. അത് 2 ബക്കറ്റ് ഉണ്ടാക്കാം. 2 ബക്കറ്റ് ഉണ്ടാക്കാം. അയണ അവിടെ വെച്ച് നല്ലതരം കാട്ടി. ഒരു ബക്കറ്റും കൂടി കൊണ്ടുവരണം ഗൈസ്. എന്നാലേ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ആവും. നമ്മൾ മണ്ടത്തരം കാട്ടി അതിൻ്റെ അതിനല്ലേ വൈക്ക് പണ്ടും കാര്യമില്ല. നമുക്ക് തൽക്കാലം ഇവിടെ ഒരു വാട്ടർ സോഴ്സ് ഉണ്ടാക്കി വെക്കാം. ഇവിടെ ഒരു കുഴി, ഇവിടെ ഒരു കുഴി, അതിലൊരു വാട്ടർ, അടുത്ത വാട്ടർ എടുക്കാൻ പോവാം. ഓക്കെ, അതെടുത്ത് കഴിഞ്ഞു. ഇവനെന്ത് എൻ്റെ പുറകെ വരുന്നേ? വയ്യേ കുറച്ച് സാൻഡ് എടുക്കാൻ വേണ്ടിയാണ്. സമയത്ത് സാൻഡ് കൊണ്ട് സ്റ്റാക്ക് സാൻഡ് വേണ്ട. അതാ ഇട്ടാവണു. ഓടിക്കോ, ഇറ്റായി പെട്ടു. ഈ സാധനം എനിക്ക് ഇഷ്ടമില്ല. ഇറ്റായി നമ്മളടുത്ത് ബക്കറ്റും കൂടി ഇല്ല. അത് പോയ മൂഞ്ച്. അവൻ്റെ അടുത്ത് ഉണ്ട്. അവൻ്റെ അടുത്ത് ഒന്നുമില്ല. എടാ ഇത് എന്തോന്നടാ കേറണേ. ഓക്കെ എത്തി. അയ്യോ എത്തി. വേമാ ഇവിടെ ഒരു വെള്ളം കൂടി ഒഴിച്ചാ കഴിഞ്ഞു. ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ആയി. ഓക്കെ, അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് സെറ്റ് മുകളിലോട്ടൊക്കെ പിക്ക് ചെയ്യണം. സമയാവും. ഓക്കെ ഗൈസ്, ഈ വീഡിയോക്ക് കുറച്ചധികം ലെങ്ത് ഉണ്ടാവുന്ന എനിക്ക് ചെറുതായിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എടുക്കുന്ന അറിയില്ല. എനിക്കറിയാം മഴ ചേച്ചി നോക്കണോ? ആ പാട്ടടി ചത്ത പകുതി ഫീൽഡ് എടുക്കട്ടെ. ഫീൽഡ് ഉണ്ടാക്കി ഉപയോഗിക്കണ്ടേ? നമുക്കൊരു പിക്കാക്സ് അയണിൻ്റെ നമുക്ക് ഈ ഹോൾ വെച്ചിട്ട് ഇവിടെ തുടങ്ങാം. ഇതൊരു ഇവിടെ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് അത്
ടോർച്ച് അങ്ങനെയില്ല. ആ ടോർച്ച് ഇങ്ങനെ അവിടെ മറ്റു സാധനം കുറച്ച് പോയ പക്ഷെ ആപ്പിൾ സോ ഗൈസ് നമ്മളിതാ ഫാമൊക്കെ സെറ്റാക്കി എടുത്തു. എൻ്റെ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ വെച്ച് വളരെയധികം സഹായിച്ചു എടുത്ത് പറയണ്ട ഞാൻ. ഓക്കെ ഇതാ അവിടെ ഫാമൊക്കെ ആയിട്ടുണ്ട്. ഫൈനലി എന്തെങ്കിലുമൊക്കെ നന്നായി എൻ്റെ തോളത്തായിരുന്നില്ല. തോളത്തെല്ലാം പുറത്തുള്ളത് അവിടെ കണ്ണുറങ്ങാൻ പറ്റില്ല. മൈനിങ് വേറെ ഒന്നും ചെയ്യാനും നമുക്ക് ഇപ്പോൾ ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ബക്കറ്റ് പോയാലേ ഈ ട്രിക്ക് കുറച്ച് നല്ലതാണ്. പക്ഷെ അധികം മക്കളായിരുന്നു കണ്ടോ. ഇനി നമുക്ക് മൈനിങ് തുടങ്ങാം. ഓക്കെ നമുക്ക് ഏകദേശം ഈ 10 ലെവൽ 11 വേണം. മതി. ഓക്കെ നമ്മൾ ലെവൽ 11 വരെ കൊഴിച്ചിട്ടു. ഓക്കെ നമ്മൾ ലാഡറൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റി. നൈറ്റായി. ഞാൻ ബൂട്ടെടുക്കാനും മറന്നു. അവനാണെങ്കിൽ സ്വാഭാവികം അവന് മറന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. അത് ഒരു ടോർച്ച് പോലും ഇല്ല. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നും കൂടിയില്ല. ഷെയർ ബാക്കൊക്കെ ഒട്ടാ പറഞ്ഞ ഗ്രാജുവേഷൻ ഉണ്ട്. കുറെ വിട്ടെടുക്കുക. നൈറ്റാണ്. ഓക്കെ നമുക്ക് എന്തായാലും വീരനെ പോലെ എടുത്തിട്ട് വരായിരുന്നു. നമ്മളങ്ങനെ പിന്മാറുന്ന വ്യക്തിയല്ല. 5 വട്ടം ഡ്രാഗനെ കൊന്ന സർവൈവൽ മോഡിൽ എനിക്ക് വാർഡനെ 2 വട്ടം കൊന്നു. സോംബീസിനെ കൊല്ലാനൊന്നും കുഴപ്പമില്ല. പക്ഷെ ക്രീപ്പർ അത് പൊട്ടിച്ച് നശിപ്പിച്ച എന്താ പറയാ ഭയങ്കര ദേഷ്യമാണ്. ഭ്രാന്ത്. അവനും കൂടി വന്നെങ്കിൽ ഇപ്പൊ രാവിലെ പറഞ്ഞായിരുന്നു. 16 32 8 സ്റ്റിക്ക്. ഈ ക്രീപ്പറിന്റെ സൗണ്ട് അങ്ങനെ ഈ പേരനെ കൊണ്ട് വയ്യേ.
എൻഡർമാൻ. ദൈവമേ, അതിന്റെ കണ്ണിക്ക് നോക്കി എന്റെ കണ്ണാകെ പൊട്ടിക്കും. ഞാൻ ജീവനെ പോലെ കൊണ്ടുവന്നു അവസാനം. സീനില്ല. എല്ലാം പറ്റും നമ്മൾ തോക്കണമെന്നുണ്ട്. അതൊക്കെ ജയിക്കും. അല്ല, തിരിച്ചാണല്ലോ പറയണ്ടേ. എല്ലാ വട്ടം ജയിക്കണമെന്നില്ല, അതൊക്കെ തോക്കും. നമുക്ക് എല്ലാ സൈഡും ഇതാക്കണം കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ അതാണ് നമുക്ക് ലൂട്ടിങ് എങ്ങനെ എടുക്കാനാണ്. ഓക്കെ, പിന്നീട് കുറച്ച് ബെറ്റർ ബ്ലോക്ക് എടുക്കാം. സോ ഗൈസ്, നമ്മുടെ ഐറ്റംസ് എല്ലാം കിട്ടി. ഞാൻ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ നിൽക്കുന്നില്ല, സമയം ഒരുപാട് അധികം വേസ്റ്റ് ആയി പോകും. ഓക്കെ, നമ്മൾ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ നിൽക്കണില്ല. നമുക്ക് പിന്നെ ടോർച്ച് കൊടുക്കാം, 32 ടോർച്ച് ഉണ്ടാക്കാം. ഈ മൈൻ ചെയ്യാം ഗൈസ്, 21 മൈൻ ചെയ്യാം. നമുക്ക് അവിടെ മൈൻ ചെയ്യാം. ഈ 9 കിട്ടുന്ന അറിയണേ, ഐ മീൻ കോർഡിനേറ്റ്, വേറൊരു 9 അല്ല. സോ ഈ ഒരു ട്രിക്കിൽ മൈൻ ചെയ്താൽ കിട്ടുന്നത് തോന്നില്ല. എനിക്ക് വേറൊരു ട്രിക്ക് ഉണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. ഇത് സീക്രട്ടാണ്, നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നമ്മൾ 3 ലെയർ അല്ലെങ്കിൽ 1 ലെയറൊക്കെ ഇങ്ങനെ മൈൻ ചെയ്ത് പോകണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1 ലെയർ മൈൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടോർച്ച് എടുക്കട്ടെ, കുറച്ചും കൂടി മൈൻ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ പിക്കാക്സ് മൈൻ ചെയ്യണം. മാക്സിമം ബ്ലോക്ക് വരെ മൈൻ ചെയ്യാം. ഓക്കെ, അതേ സൈഡ് ഇവിടെ നിന്ന് ചെയ്യാം. ചെയ്തിട്ട് ഓക്കെ, ഇതും ചെയ്തിട്ട് അതേ സൈഡ് ഇവിടെ നിന്ന് ചെയ്യാം. ഇതാകുമ്പോൾ നിങ്ങൾക്ക് പോസിബിലിറ്റി ആയം കിട്ടാനുള്ള കൂടും. അങ്ങനെ ഒരു ഉണ്ട്, ഒരു ട്രിക്കാണ്. ഈ അടുത്ത് കണ്ടാണ്, ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഈ അടുത്ത് പറയുമ്പോൾ 1.5 കൊല്ലം മുമ്പ്, അതിലും കുറേ മുമ്പ്. ഞാൻ എപ്പോഴും ഡയമണ്ട് മൈൻ ചെയ്യുമ്പോഴൊക്കെ തന്നെ യൂസ് ചെയ്യാറ്. അയൺ മൈനിങ്ങിന് സപ്ലൈയിലുള്ളൂ അത് ഈ സമയമൊക്കെ. അതിനാണ് ഈ ഗ്രൗണ്ട് ലെവലൊക്കെ ഡയറക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ഗ്രൗണ്ടല്ല, മൈൻ കേവ് ലെവലാണ്. ഓക്കെ, അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇവിടെ നോക്കാറുണ്ട്. കേജ് മാറ്റാൻ. ഓക്കെ, ഇതും ചെയ്യാം. അപ്പം ഞാൻ ഈ ട്രിക്ക് ഒരു കുറേ വട്ടം ചെയ്തിട്ട് എന്തൊക്കെ കിട്ടിയെന്ന് അറിയാം. അതുവരയ്ക്കും ഞാൻ പോസ് ചെയ്യാണ്, കാരണം ലെങ്ത് അറിയാലോ, ഒരുപാട് പോകും. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഈ ട്രിക്ക് വർക്കാവുന്ന കണ്ടോ. ഇവിടെ നിന്ന് നമുക്ക് ആംഗിൾ കണ്ടോ. ഞാൻ പറഞ്ഞു ഈ ട്രിക്കൊക്കെ വർക്കാവും. ഞാൻ എപ്പോഴും ചെയ്ത് നോക്കാറുള്ളതാണ്. ഈ ട്രിക്ക് വർക്കാവാത്ത ടൈമേ ഇല്ല. എപ്പോൾ ഞാൻ ചെയ്യും അപ്പോഴൊക്കെ വർക്കാവും. ഓക്കെ, കണ്ടോ നമുക്ക് എത്ര ആയം കിട്ടിയപ്പോൾ. പിന്നെ അയം കിട്ടിയ നമുക്ക് ആണെങ്കിൽ അതേ സ്ഥലത്തൊന്നും കൂടി നോക്കാം. പിക്കോ പിടിച്ചോ, 2 പിക്കന്നെ എടുത്തതാ. ഓക്കെ, അവൻ്റെ ഒരു 12 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും അയണ് കിട്ടുമ്പോൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഗൈസ്. അങ്ങനെ നമുക്ക് ഗോൾഡും കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് സ്വർണം കിട്ടി ഗൈസ്. ഈ ലെവലിൽ ഗോൾഡൊക്കെ കിട്ടും. ഞാൻ നോക്കാറുണ്ട്. ഗോൾഡും കിട്ടി തുടങ്ങി. പക്ഷേ എന്താ തുടങ്ങി. നോ സൗണ്ട് ഡിജിറ്റൽ റെക്കോർഡ്. ഗോൾഡും കിട്ടി തുടങ്ങി. ഓക്കെ, നമ്മുടെ ഇവിടെ അയൺ മൈനിങ്ങിന് പറ്റി പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നമ്മളല്ല, അവന് 21 അയണായി. നമുക്കിപ്പോൾ 11 അയണ്. പിന്നെ താണ്ട ഗോൾഡും ലാപ്പിസും ഈ സാധനങ്ങളൊക്കെ കിട്ടി. നമ്മളപ്പോൾ താണ്ട ഈ പെട്ടിയിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ താഴെ വീഡിയോ നമ്മൾ മൈനിങ്ങിന് വെച്ച് പ്രത്യേകിച്ച് പോകണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ലെഫ്റ്റ് അടിച്ചു. എന്നിട്ട് ഞാൻ
പിന്നെ കാറായി എത്തി. ഇപ്പൊ സമയം ഏകദേശം രാത്രി ആയോ? രാത്രി ആയപ്പെട്ടു. ഇല്ല, രാവിലെ. ഓക്കെ, രക്ഷപ്പെട്ടു. സോ ഇനി നമ്മുടെ ഒരു പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തീർക്കണം. നമുക്ക് സമയം തീരില്ല. ഈ ഒരു 8 എപ്പിസോഡിലാണ് ചെയ്യാൻ. അപ്പോൾ നമ്മളിനി കേവിൽ പോവാണ് ഗൈസ്. നമുക്ക് ആയം കിട്ടാൻ വേണ്ടി കേവ് പോവാം. അപ്പോൾ നമ്മുടെ കൂടെ അവനുണ്ട് പോവാ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ അടുത്ത് ഞാൻ അവിടെ ഒരു കേവ് നോട്ടീസ് ചെയ്തായിരുന്നു. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. പിന്നാലില്ലേ? ഓക്കെ. സോ ഇതാണ് ആ കേവ് ഞാൻ പറഞ്ഞ. ചാവാൻ വയ്യ. ഓക്കെ, ഈ കേവിലാണ് നമുക്ക് പോവാം. പക്ഷെ ഇവിടെ നിന്നൊരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോണെങ്കിൽ കണ്ടോ നല്ല ഹൈറ്റിലാണ്. ഒരു സ്റ്റെപ്പ് താഴെ വീണാൽ കഴിഞ്ഞു. പിന്നെ ഈ കേവ് പോയാൽ ഊതിയാണ്ട് മതിയാവും നമുക്ക്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, സൂക്ഷിച്ചാണ് നമ്മളെപ്പോഴും ഇറങ്ങും. അമ്മ കണ്ട അടുത്ത് ഇതാ വരുന്ന മോപ്സ്. കഴിഞ്ഞു. ചേച്ചറോ ഇവിടെ എൻ്റെ അമ്മ ഈ കേവ് ഇത്ര അടിയിലുണ്ടായിരുന്നു. ഞാൻ അവിടെ കോളെടുക്കാൻ വന്നതല്ലേ ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. അടുത്ത സോംബി വില്ലേജ്. ഇവിടെ വില്ലേജ് ഉണ്ടായിരുന്നു. ഐ മീൻ സോംബി വില്ലേജസ്. നമുക്ക് തിരിച്ച് അടുത്ത സോംബി. ഓ ഗൈസ്, കുട്ടി സോംബി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശത്താണ്. ഇത് എന്തിൻ്റെ കുഞ്ഞാണോ? ഇതിൻ്റെ തന്നെ ആണോ? വാടാ എങ്ങനെ പോയ ചെറിയ കേസ്. ആ കിട്ടി മോനെ, കിട്ടി. ഫൈനലി ആയം കിട്ടി. നമുക്ക് ആയം മൈൻ ചെയ്യാം. ഇവനാണെങ്കിൽ എൻ്റെ ഉള്ള ആയം എടുക്കുമല്ലോ. എന്തുകൊണ്ടൊക്കെ താഴെ പോണത്? ഓക്കെ, ഉണ്ട്. അപ്പോൾ ഒരുപാട് താഴെ പോയി. ആ ഒരു ക്രീപ്പറിൻ്റെ പൊട്ടൽ ചെയ്യാന്നുള്ളൂ. ഞാൻ പറഞ്ഞു സത്തുപോയി. മണ്ട തലേൻ്റെ അകത്ത് ബുദ്ധി ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കില്ല, അല്ലാത്ത സമയത്ത് ഉപയോഗിക്കും. നമുക്ക് 16 നമ്മുടെയാണ്, അത് ഓർക്കണം. സ്കെലിറ്റൻ എനിക്കറിയാം. ഇവിടെ വെറുത്തില്ല ഇത്ര സോംബി വരുന്നേ. ഇവിടെ ഒരു സോംബി രണ്ട് സമാധാനം. ഫോണും പട്ടീനെ കഴിഞ്ഞു. ഞാൻ ചത്താ മുഞ്ചോറപ്പാ.
നിന്നാണ് ഞാൻ എങ്ങനെ വരാനാണ് പകാനി ഇവനെ വെട്ടില്ല. അയ്യോ മോനെ, നമ്മൾ തമ്മിൽ ഓക്കെ നമ്മളങ്ങനെ എത്തി. അതെന്താന്ന് വെച്ചാൽ ആ സമയം എൻ്റെ റെക്കോർഡിങ് കട്ടായി. ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ ഇപ്പോൾ മാറാത്ത ചില പ്രോബ്ലങ്ങളുണ്ട്. അങ്ങനെ കട്ടായപ്പോൾ ഞാൻ വീഡിയോ നേരെ പോയി ഇതൊക്കെ പാടെ മർജ് ചെയ്തിട്ടുണ്ട്. 4 പരിപാടി ഞാൻ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവില്ല എന്ന് ഞാൻ ആക്കില്ല. പിന്നെ നമുക്ക് വീഡിയോക്ക് അധികം ലെങ്ത് എത്തിക്കാൻ പാടില്ല. അങ്ങോട്ട് വേഗം നമുക്ക് വീടെത്തണം കഴിച്ചു. ഈ എപ്പിസോഡിൽ നമുക്ക് അയണാമ ഫുള്ളാവണമെന്നൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫാം ഉണ്ടാക്കി പകുതി ജീവൻ പോയല്ലോ. ഓക്കെ, നമ്മുടെ കൂട്ടുകാരനും വന്നു, ഗെയിമും പോയല്ലോ. ഞാൻ പറഞ്ഞു റെക്കോർഡിങ്ങിൻ്റെ ആ ടൈമിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട വീഡിയോ ഇടുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 39 ഇവൻ്റായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ കൊണ്ടുവരാനെന്തോ എനിക്ക് തോന്നുന്നു, ഒരാനെന്തോ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് വേഗം പോവാം. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയം. ഓടിക്കോ, ഫുഡ് ഇല്ല, ഒന്നുമില്ല. ഓടിക്കോ. ഓക്കെ, ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഒന്ന് നേരത്തെ പറഞ്ഞതാണ്. ഞാൻ ഫുൾ സൗണ്ട് ഒന്ന് വിചാരിക്കരുത്. എൻ്റെ റെക്കോർഡിങ് കട്ടായപ്പോൾ ഞാൻ ഫുൾ സൗണ്ട് ആക്കിയതാണ്. ഓക്കെ, ഇവനുള്ള സാധനങ്ങൾ കൊടുക്കുക. അതിൻ്റെ 16 കഴിച്ചിട്ടുള്ള 16 കഴിച്ചിട്ടുള്ള ഇവൻ. ഓക്കെ, പിന്നെ പിന്നെ ഷീൽഡുണ്ട്, കോഡുണ്ട്, കോപ്പർ. ഞാൻ മൈനീതാണ്, നല്ലോണ്ടിരിക്കട്ടെ. പിന്നെന്താ ഉള്ളത്? പിന്നെ വേറൊന്നുമില്ല. ഓക്കെ, പിന്നെ അവൻ്റെ സോഡുണ്ട്, ക്യാക്സ് ഉണ്ട്, ഫുഡുണ്ടോ? ഫുഡ് കുറച്ച് കുറച്ചേക്കാം. ഞാൻ എൻ്റെ അയൺ സ്മെൽറ്റാക്കാൻ വയ്ക്കട്ടെ. ഓക്കെ, നമുക്ക് അയൺ സ്മെൽറ്റാക്കാൻ പറ്റാം വെച്ചിട്ടുണ്ട്. എപ്പോഴാണാവോ സ്മെൽറ്റായി കിട്ടുക. ഇവിടെ തന്നെ നമ്മൾ മറ്റേ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ്. ഇവിടെ ഉണ്ട് മറ്റേതൊക്കെ അതിൻ്റെ പ്രീഷ്യസ് ഐറ്റംസൊക്കെ ഞാൻ അത് വെച്ചിട്ടുണ്ട്. റെപ്പസ് കാര്യങ്ങളൊക്കെ ബോണൊക്കെ അതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഹോൾസ് ആർമർ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് അയൺ സ്മെൽറ്റായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, അയണൊക്കെ അങ്ങനെ സ്മെൽറ്റായിട്ടുണ്ട്. ഇത് ഇവൻ്റെ പിക്ക് വന്നു, പിക്കാക്സ് വന്നു. നമുക്കിനി ഇത് വെച്ചിട്ട് എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഒരു ചെസ്റ്റ് പ്ലേറ്റ് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 9 ഒരു ബൂട്ട്, ഒരു ഹെൽമെറ്റ്. ഓക്കെ, ഇത്രയും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഒരു ഫുൾ ഡയമണ്ട് അയൺ ആർമർ അല്ലെങ്കിലും ഒരു ഹാഫും അതിൻ്റെയും കുറച്ചും കൂടി ഉള്ളൊരു 3/4 ഡയമണ്ട് അയൺ ആർമറായി. ഡയമണ്ട് എന്ന വായിൽ വരുന്നുള്ളൂ, എന്താ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ചെയ്യാം. എന്താ പറയുക, ഞാൻ വീണ്ടും പറയട്ടെ. ഇങ്ങോട്ട് വന്നാണ് ഇങ്ങോട്ട് കാര്യമില്ല.
അവൻ്റെ ഏകദേശം പൂർണ്ണമായ അയണാർമർ. അവനൊരു അയണ വേണ്ടായിരുന്നത്, അത് പക്ഷേ എൻ്റെ ഉണ്ടായിരുന്നു. ഐ മീൻ എൻ്റെ അയണ കേട്ടോ, അത് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ എനിക്കും ഉണ്ടാൻ പറ്റില്ല. ഇവനിപ്പോൾ 3 ആർമറായി, എനിക്കുമായി. എങ്ങനെ അവൻ്റെ അയണ ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു സർവൈവൽ സീരീസിൻ്റെ എപ്പിസോഡ് 3 ആയും വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.